A typical morning in a village in Kerala. ആരെയും കാണാനില്ലല്ലോ ഇന്ന്. ശീഘ്രം വാങ്ങടാ. ചേച്ചി, പൂ വേണോ? നല്ല മല്ലികപ്പൂവുണ്ട്. மல்லிகைப்பூக்கு எவ்வளோமா? ഒരു മുഴത്തിന് 8 അണ. அது ரொம்ப ஜாஸ்தியா இருக்கு. 4 அணா கொடுமா. 8 അണയല്ലേ ഉള്ളൂ ചേച്ചി. ഒരു മുഴം എടുക്കട്ടെ? 4 அணா போதும். അത് പറ്റില്ല ചേച്ചി, 8 അണ തന്നെ വേണം. இவ்வளோ பூக்கு 8 அணா, அது ஜாஸ்தி. 4 அணா போதும். എന്നാ ഈ കച്ചവടം ശരിയാവില്ല ചേച്ചി. എന്നാ പുടി, ഇത് போதும். பூ கொடு. இது 8 அணாவுக்கு ரொம்ப அநியாயம். சீதா வாமா. சீதா, நான் எவ்வளோ நேரமா கூப்பிடுறேன், சீக்கிரம் வா. രാവിലെ ഇറങ്ങിക്കോളും പട്ടുചേലയും ചുറ്റി മനുഷ്യനെ മെനക്കെടുത്താൻ. നാരായണ, നിന്റെ അന്തർജനവും കുട്ടികളും എല്ലാം സുഖമായിരിക്കുന്നുവോ? സുഖമായിരിക്കുന്നു. നീ ആ വാർത്ത കേട്ടുവോ? എന്ത് വാർത്ത? ഒരു ദിവ്യ പുരുഷൻ കടലുകളൊക്കെ താണ്ടി നമ്മുടെ നാട്ടിലെത്തിയിരിക്കുന്നു. അതെയോ? എന്തിനാണാവോ വന്നിരിക്കുന്നത്? ആർക്കറിയാം. നിനക്ക് രത്നവ്യാപാരി ഹാബാനെ പരിചയമുണ്ടോ? ഇല്ല. ഇല്ലേ? എനിക്ക് നല്ല പരിചയമുണ്ടേ. ഹാബാൻ പറഞ്ഞ കഥ നീ ഒന്ന് കേൾക്കേണ്ടതായിരുന്നു. കുറെ കൊള്ളക്കാരുടെ അടുത്ത് നിന്ന് ഹാബാനെ ഈ ദിവ്യ പുരുഷൻ അത്ഭുതകരമായിട്ട് രക്ഷിച്ചിരിക്കുന്നു. നമ്മുടെ മഹാരാജാവ് തിരുമനസ് ഈ ദിവ്യനെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അതെയോ? താങ്കൾ ആ സമയത്ത് കൊട്ടാരത്തിൽ ഉണ്ടാകുമോ? നിശ്ചയമായിട്ടും ഉണ്ടാകും. നാം നിന്നെയും വിളിക്കാം. എന്തായി കുട്ടികളെ കാണിക്കുന്നത്? என்னையா என் குழந்தை திட்டுற? ആ കുട്ടികളോട് അടങ്ങിയിരിക്കാൻ പറയൂ. குழந்தைகளானால் அப்படிதான். வாங்கடா ராமா, சீதா, முருகா, கோவிந்தா, வாங்கடா. கோயில் ஆட்டம் நடக்க போகுது. பொம்பளைகள் எல்லாம் அங்கே ஆட்டம் ஆட போகிறாங்க. எனக்கு அது காணும். வாங்கடா சீக்கிரம்.